തൃശ്ശൂരിൽ നിന്നും ലെവിനുണ്ട്. ലെവിൻ, മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകന് നഷ്ടമായിരിക്കുന്നു. നിരവധി ഗാനങ്ങൾ, പതിറ്റാണ്ടുകളോളം, തലമുറകളോളം കൈമാറി വന്ന ഗാനങ്ങൾ, ആസ്വാദനത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ അത് സമ്മാനിച്ച പ്രിയപ്പെട്ട ഗായകനെയാണ് നഷ്ടമായിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പി ജയചന്ദ്രനെ ഓർക്കുന്നത്? അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമാ സംഗീത ഗാനരംഗത്തിനും മലയാള സിനിമാ ഗാനരംഗത്തിനുമെല്ലാം നികത്താനാവാത്ത നഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മലയാളികളുടെ മനസ്സിൽ ഇതിഹാസ സംഗീത സംവിധായകർക്കൊപ്പവും ഗായകർക്കൊപ്പവും ഒരേപോലെ അവരെല്ലാം പ്രവർത്തിച്ച ഒരു സുവർണ കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാം. മലയാള സിനിമയുടെ ഏറ്റവും സുവർണ കാലഘട്ടം, സംഗീത ശാഖയുടെ, കവിത്വത്തിന്റെ, എല്ലാ തരത്തിലുമുള്ള മലയാള സംഗീത ഗാനരംഗത്തിന്റെ എല്ലാം സുവർണ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലുകളിൽ ഒന്നായിരുന്നു പി ജയചന്ദ്രൻ. മലയാളികളുടെ ഭാവഗായകൻ അല്പസമയങ്ങൾക്ക് മുൻപാണ് വിട പറഞ്ഞത്. 7:54 കൂടിയാണ് തൃശൂർ അമല സ്വകാര്യ മെഡിക്കൽ കോളേജിൽ വെച്ച് അദ്ദേഹം അന്തരിക്കുന്നത്. ദീർഘകാലങ്ങളായി കരൾ സംബന്ധമായ അസുഖവും ക്യാൻസർ രോഗബാധിതനുമായിരുന്നു. ചികിത്സയിലായിരുന്നു അദ്ദേഹം. 77-ാം വയസ്സിലും അദ്ദേഹം മലയാള സിനിമാ ഗാനരംഗത്ത് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച ആളായിരുന്നു. പലവട്ടം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്ന് പലതവണ ക്ഷീണിതനാകുകയും ചികിത്സയിൽ തേടുകയും ഒക്കെ ചെയ്തെങ്കിലും അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷവും ഗാനങ്ങൾ ആലപിച്ചിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അനാരോഗ്യം നേരിടുമ്പോഴെല്ലാം സംഗീതത്തോടുള്ള, പ്രത്യേകിച്ച് ഭാവഗാനങ്ങളോടും പഴമയിലൂർന്ന മലയാള സിനിമ കവിത്വത്തിലൂന്നുന്ന ഗാനങ്ങളോടുമെല്ലാം ഏറ്റവും അടുത്തു നിന്ന് പ്രവർത്തിച്ച ആളാണ്, ഗായകനാണ് എന്നുള്ളതാണ് ഗായകൻ പി ജയചന്ദ്രന്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ മറക്കാനാവാത്ത സംഗതി ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പുതിയ തലമുറ ഗാനങ്ങളോട് എപ്പോഴും ഒരു അകലം പാലിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു മലയാളികളുടെ ഭാവഗായകൻ എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാനാവില്ല. പി ജയചന്ദ്രന് എന്ന് പറയുമ്പോൾ ഒരു മലയാള സിനിമയിലെ സംഗീത ഗാനരംഗത്തിലെ ഒരു നിഷേധിയുടെ റോൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതും നമുക്ക് വിസ്മരിക്കാനാവില്ല. കാരണം അദ്ദേഹം തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു, തന്റെ വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞിരുന്നു. അത്തരത്തിൽ മലയാള സംഗീത ഗാനരംഗത്തെല്ലാം അദ്ദേഹത്തിന്റെ ഒരു വേറിട്ട സാന്നിധ്യം, പ്രവർത്തനം കൊണ്ടും വ്യക്തിത്വം കൊണ്ടും നിലപാടുകൾ കൊണ്ടും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാനാവില്ല. മലയാളികളുടെ ഗാനഗന്ധർവൻ യേശുദാസിനോടൊപ്പം തന്നെ ഓരോ നിലയിൽ നിന്ന് പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കൊണ്ട് മലയാളികളുടെ രണ്ട് തരത്തിലുള്ള ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധ നേടുന്നത്. ഒന്ന്, ഭാവഗാനങ്ങൾ എന്നുള്ളത് സംഗീത ശാഖയുമായി അടുത്തു നിൽക്കുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹം അറിയാം. മാതങ്കി രാഗത്തിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. അത്തരത്തിൽ മലയാളികളുടെ ഒരു ഹൃദയത്തിൽ ഇടം പിടിച്ച ഗായകൻ എന്നുള്ള അപ്പുറത്ത് ഒരു പാൻ ഇന്ത്യൻ ഗായകൻ എന്നുള്ള നിലയിലും അദ്ദേഹം അടയാളപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാം, തെന്നിന്ത്യൻ ഭാഷകൾക്ക് പുറമെ ഹിന്ദിയിലും അടക്കം നിരവധി ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. മലയാളികളുടെ മനസ്സിൽ അദ്ദേഹം നേടിയ ഒരു സ്ഥാനത്തിനൊപ്പം തന്നെ ഇന്ത്യൻ സംഗീത ആസ്വാദകരുടെ മനസ്സിലും അദ്ദേഹം അത്തരത്തിലൊരു പ്രതിഷ്ഠ നേടി, അല്ലെങ്കിൽ മനസ്സിൽ ഇടം പിടിച്ചു വരുന്ന ഒരു ഗായകൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകതയായി പറയാനുള്ളത്. നിരവധി തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പുരസ്കാരങ്ങൾ അടക്കം അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. MK അർജുനൻ എന്ന സംഗീത സംവിധായകൻ അരങ്ങേറ്റം കുറിക്കുന്ന കറുത്ത പൗർണമി എന്ന സിനിമ, അതിലെ ഒന്നിനൊന്ന് മനോഹരമായ ഗാനങ്ങൾ ചെന്നൈയിലെ വിജയ സ്റ്റുഡിയോയിലടക്കം പാടിയപ്പോൾ എല്ലാം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം മലയാള സിനിമാ ഗാനരംഗത്തേക്ക് ചുവട് വയ്ക്കുന്നത് എന്നുള്ളതും നമുക്ക് പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു സംഗീതജ്ഞനെ സംബന്ധിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സിലാകെ ഇടം നേടിയ, ഇത്രയേറെ ഇടം പിടിച്ച, യേശുദാസിനൊപ്പം തന്നെ ഇടം പിടിച്ച ഒരു ഗായകന്റെ കാര്യം വിസ്മരിക്കാനാവില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. ഏറ്റവും തന്റെ വാർദ്ധക്യകാലത്തും അദ്ദേഹം സജീവമായി സിനിമാ ഗാനരംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചികിത്സകളും മറ്റുമായി നിലനിന്നിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ളതാണ്. മികച്ച ഗായകനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്.